ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതകൾ ഒരുങ്ങുകയാണ്. ഇരു നേതാക്കളും തമ്മിൽ ഫോണിൽ സംസാരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറ്, ഡിഫൻസ് കോഓപ്പറേഷൻ, അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആണവ സഹകരണം, ഈ വിഷയങ്ങളടക്കം ചർച്ചയായിട്ടുണ്ടെന്നാണ് സൂചന. ഇന്ത്യ അമേരിക്ക റിലേഷൻ കുറെ കൂടെ മെച്ചപ്പെടാനുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത്. ഇന്ത്യയിലെ പുതിയതായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള അമേരിക്കൻ അംബാസിഡറിന്റെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, പാക്സിലിക്ക എന്ന് പറയുന്ന അമേരിക്കയുടെ AI റെയർ എർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പിലേക്ക് ഇന്ത്യ കൂടി എത്താൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സോ ഇന്ത്യ US റിലേഷൻ ഒരു വശത്ത് പതിയെ മെച്ചപ്പെടുന്നു എന്ന് തോന്നുകയാണ്. നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ട്രംപ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്. ഈ സമയം തന്നെ 2 ദിവസങ്ങളായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിനടുത്ത്, എന്ന് വെച്ചാൽ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലല്ല, പക്ഷേ ബോർഡറിന് സമീപമായിട്ട് പല ഡ്രോണുകളും നമ്മൾ കാണുന്നുണ്ട്. സോ ഇന്ത്യൻ സൈന്യം അതിനെതിരെ വെടിയുതിർത്തിട്ടുണ്ട് എന്നും ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾക്കും തയ്യാറായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നതെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ഡ്രോണുകളും മറ്റുമൊക്കെ ഉപയോഗിക്കപ്പെടും. പക്ഷേ ലോകം അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. തീവ്രവാദികൾക്ക് ജീവനിൽ ഭയവുമുണ്ട്. ഇപ്പോൾ ഇന്ത്യ ശക്തമായ തിരിച്ചടികൾ കൊടുക്കാൻ തുടങ്ങിയതോടെ പഴയതുപോലെ ഇന്ത്യൻ അതിർത്തികളിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിന് തീവ്രവാദികൾക്ക് ഇന്ന് ധൈര്യമില്ല. അവരും അതുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ സഹായം ഉപയോഗിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ, നമ്മളെ സംബന്ധിച്ച് അവർ തീവ്രവാദ ഗ്രൂപ്പുകളാണെങ്കിലും ചൈനയ്ക്കും തുർക്കിക്കും പാകിസ്ഥാനും ഒക്കെ സാധാരണ സംഘടനകളോ മതസംഘടനകളോ അതല്ലെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സംഘടനകളോ ഒക്കെയാണ്. പ്രത്യേക രീതിയിലാണ് അവരൊക്കെ ഈ ഇത്തരം സംഘടനകളെ കാണുന്നത്. അപ്പോൾ ഈ തീവ്രവാദികൾക്ക് ആയുധങ്ങൾ കൊടുക്കുന്നതും സൈനിക പരിശീലനം കൊടുക്കുന്നതുമൊക്കെ പാകിസ്ഥാനാണ്. ഒരു പരിധിവരെ അറിഞ്ഞോ അറിയാതെയോ ചൈനീസ് ആയുധങ്ങൾ ഇവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്, തുർക്കി ആയുധങ്ങളും എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോണുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അതിർത്തിയിൽ കാണുന്നത് അത്ര ശുഭകരമായ ഒരു കാര്യമല്ല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ സാധ്യത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ള നമ്മുടെ മിലിറ്ററിയുടെ വെളിപ്പെടുത്തൽ കൂടി അതിന്റെ മുമ്പിൽ നമ്മൾ വെച്ചുകൊണ്ട് വേണം ഈ വിഷയത്തെ നോക്കിക്കാണാൻ. ഇതിനിടയിൽ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ഒരു പുതിയ വിഷയം കൂടി ഉണ്ടായിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള ഷക്സ്ഗാം താഴ്വരയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് നിയമപ്രകാരം ആ രാജ്യത്തിന്റെ ഭരണാധികാരി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനാണ് തീരുമാനമെടുത്തത്. ലോകത്തെ എവിടെ നമ്മൾ നോക്കിയാലും നിയമപ്രകാരം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് ജമ്മു കാശ്മീർ. പക്ഷെ അപ്പോഴേക്കും പാകിസ്ഥാൻ അവിടെയുള്ള ഗോത്രങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പ്രദേശങ്ങൾ ജമ്മു കാശ്മീരിൻ്റെത് പിടിച്ചിരുന്നു. ആ പ്രദേശങ്ങളാണ് ഇന്നിപ്പോ പാക് അധീന കാശ്മീർ എന്ന് പറഞ്ഞ് അവർ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ കൈവശം അനധികൃതമായിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഷക്സ്ഗം താഴ്വര എന്ന് പറയുന്നത്. 1962 ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധം നടക്കുന്നുണ്ട്. അതിനു മുമ്പ് വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇങ്ങനൊരു യുദ്ധം നടന്നപ്പോൾ ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയും ഉണ്ടായി. അവിടെയാണ് പാകിസ്ഥാൻ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ ഉടനെ തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചൈനയുമായിട്ട് ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ ഷക്സ്ഗൻ വാലി എന്ന് പറയുന്ന പ്രദേശത്തെ പൂർണ്ണമായിട്ടും ചൈനയ്ക്ക് കൈമാറുകയാണ്. 1963 ഇത് സംഭവിക്കുന്നത്. ഏകദേശം 5180 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന ഒരു പ്രദേശം, ഇന്ത്യയുടെ പ്രദേശം, പാകിസ്ഥാൻ ഏകപക്ഷീയമായിട്ട് ചൈനയ്ക്ക് കൈമാറുന്നു. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്ത്യയുടെ ഈ വിഷയത്തിലെ നിലപാട് അതൊരു ഇല്ലീഗൽ ഡീലാണ്. കാരണം നിയമപ്രകാരം നിലനിൽക്കില്ല. ഇപ്പൊ എനിക്കൊരു സാധനം വിൽക്കാൻ പറ്റുമെങ്കിൽ അത് എന്റേതായിരിക്കണം. ഇപ്പൊ എന്റെ കൈവശമുള്ള, എനിക്ക് അവകാശമുള്ള ഒരു സാധനം എനിക്ക് മറ്റൊരാൾക്ക് വിൽക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ എനിക്കൊരു വാഹനമുണ്ട്. ഈ വാഹനം എന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വാഹനം എനിക്ക് മറ്റൊരാൾക്ക് വിൽക്കാം. പക്ഷെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ വാഹനം എടുത്തുകൊണ്ട് പോയിട്ട് എനിക്ക് വിൽക്കാൻ പറ്റില്ല, കാരണം അത് അയാളുടേതാണ്. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അതിക്രമമാണ്. അത് തന്നെയാണ് ഇവിടെ പാകിസ്ഥാൻ കാണിച്ചത്. അതായത് ഇന്ത്യക്ക് അവകാശപ്പെട്ട പ്രദേശം, അന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിസ്സഹായ അവസ്ഥ ഇത് മുതലെടുത്തുകൊണ്ട്, കാരണം 62 യുദ്ധത്തിൽ നമ്മൾ ഓൾറെഡി ചൈനയോട് പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത വർഷം തന്നെയാണ് പാകിസ്ഥാനും എന്ത് ചെയ്യുന്നത്, ഈ ഷക്സ്ഗം വാലി ചൈനയ്ക്ക് കൊടുക്കുന്നത്. ഒരുപക്ഷെ ചൈന ഈ ഒരു പ്രദേശം പിടിച്ചെടുക്കുമെന്ന് ഭയന്നിട്ടാവാം, അല്ലെങ്കിൽ ചൈനയെ ഒന്ന് സന്തോഷിപ്പിച്ച് എന്നേക്കുമായി ചൈനയുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ വേണ്ടിയാവാം. പാകിസ്ഥാൻ സൈന്യമുണ്ടല്ലോ, അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് ശേഷവും ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ തന്നെ അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ചെയ്ത എന്താണ്, അവരുടെ രാജ്യത്തുള്ള റെയർ എർത്ത് മിനറൽസിന്റെ ഖനനത്തിന് എല്ലാ അനുമതിയും അമേരിക്കയ്ക്ക് കൊണ്ട് കൊടുത്തു. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായ തിരിച്ചടിയെ മറികടക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഉണ്ടായ നാശനഷ്ടങ്ങളെ മറികടക്കണം എന്നുണ്ടെങ്കിലൊക്കെ അമേരിക്കയുടെ സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമാണ്. മറ്റൊന്ന്, ഇന്ത്യ ആക്രമിക്കാതിരിക്കാൻ 50 തവണയിലധികം അമേരിക്കയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട പാകിസ്ഥാൻ അവിടെ മുമ്പോട്ട് വെച്ച ഓഫറാണിത്. അമേരിക്കയ്ക്ക് അപ്പോൾ ആവശ്യമായിരുന്ന എന്താണ്, അമേരിക്കയ്ക്ക് വേണ്ടത് റെയർ എർത്ത് മിനറൽസ് ആണ്. കാരണം ചൈനയും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ചൈന എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് റെയർ എർത്ത് മിനറൽസ് കയറ്റുമതി ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഈ സാഹചര്യത്തിൽ അമേരിക്ക അതിന് മറ്റു വഴികൾ തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇങ്ങനൊരു ഓഫർ അമേരിക്കയുടെ മുമ്പിൽ വെച്ചത്. ഇത് തന്നെയാണ് 1963 നടന്നത്. 62 ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിന്റെ ആ ഒരു ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ചൈനയ്ക്ക് എന്താണോ വേണ്ടത്, ചൈനയ്ക്ക് വേണ്ടത് ഹിമാലയൻ റീജിയൻ അവർക്ക് വേണമെന്നുണ്ട്, കുറെ പ്രദേശങ്ങൾ അവർക്ക് അവരുടെ രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ചിന്താഗതിയുമായിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്ന കാലമാണ്. ആ സമയത്ത് 5180 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം ചൈനയ്ക്ക് കൊടുത്തുകൊണ്ടാണ് പാകിസ്ഥാൻ ചൈനയുടെ പ്രീതി പിടിച്ചു പറ്റുന്നത്. അങ്ങനെ ഇങ്ങോട്ട് പിന്നീട് ഇരു രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ത്യയുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇന്ത്യൻ ആർമി ആണെങ്കിലും വ്യക്തമായും പറയുന്ന ഒരു കാര്യമുണ്ട്, ഷക്സ്ഗം വാലി ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ലഡാക്കും ജമ്മു കാശ്മീരും ഉൾപ്പെടുന്ന 2 പ്രദേശങ്ങളും പൂർണ്ണമായിട്ടും അത് ഇന്ത്യയുടേതാണ്. അതായത് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ, പാകിസ്ഥാൻ അസദ് കാശ്മീർ എന്ന് വിളിക്കുന്ന പ്രദേശം, ചൈന അക്സായ് ചിൻ എന്ന് വിളിക്കുന്ന പ്രദേശം, അതുപോലെ തന്നെ ഈ ഷക്സ്ഗം താഴ്വര എന്ന് പറയുന്ന പ്രദേശം, ഇതെല്ലാം പരിപൂർണമായിട്ട് ഇന്ത്യയുടേതാണ്. നിയമപ്രകാരം അത് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. അവിടെ നടക്കുന്ന ഏത് തരത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ പാക് അധീന കാശ്മീർ, അവിടെ നിയന്ത്രണം പാകിസ്ഥാനാണ്. അതുപോലെ തന്നെ അക്സായ് ചിൻ നിയന്ത്രണം ചൈനയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവർ അധിനിവേശം നടത്തി വെച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന ഏത് തരം നിർമ്മാണ പ്രവർത്തനങ്ങളും ഏത് തരം പ്രോജക്റ്റുകളും ഇല്ലീഗലാണ്. അത് നിങ്ങൾ അനധികൃതമായി കൈവശപ്പെടുത്തിയ സ്ഥലത്ത് ചെയ്യുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം തന്നെയാണ് ഇവിടെയും ലളിതമായിട്ട് എടുത്താൽ. നമ്മൾ നമ്മുടെ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന അടുത്ത വീട്ടിലെ ചേട്ടന്റെ പറമ്പിലേക്ക് കയറി അവിടെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആ പറമ്പ് നമ്മുടേതാവില്ല. നമ്മൾ അവിടെ കയ്യൂക്ക് കൊണ്ട് കയറി അയാളുടെ പറമ്പിൽ കയറി കൃഷി ചെയ്യുന്നു എന്ന് വെച്ചോ, ശരി കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന്റെ ഉടമസ്ഥൻ നമ്മളാവില്ല. നമുക്ക് ഇത്തിരി ആൾബലവും സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചു നാൾ അത് നമ്മുടെ കയ്യിലിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ചൈനയുടെയും പാകിസ്ഥാന്റെയും കയ്യിലിരിക്കുന്ന ഇന്ത്യയുടെ പാക് അധീന കാശ്മീരിന്റെയും ചൈനീസ് അധീന കാശ്മീരിന്റെയും കാര്യവും. അപ്പൊ ഇവിടെ ഇന്ത്യ വ്യക്തമായിട്ട് ഇപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ്, ഈ ഷക്സ്ഗം താഴ്വര എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതുപോലെ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിനെ ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അനധികൃത പദ്ധതിയാണ് എന്ന് ഇന്ത്യ ഇപ്പോൾ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ചൈനയെ ചൊടിപ്പിക്കുന്ന കാര്യം കൂടിയാണല്ലോ. അപ്പൊ എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ അതൊരു പക്ഷേ വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് ഈ വർഷം പോകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2020 ഗാൽവാൻ സംഘർഷം നമ്മൾ മറന്നിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷി ജിൻപിങ്ങും നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തുകയും ഭയങ്കരമായിട്ട് സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഗാൽവാൻ സംഘർഷം ഉണ്ടാവുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം RSS നേതാക്കളെ അടക്കം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ വന്ന് കണ്ടുപോയൊരു പശ്ചാത്തലമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗാൽവാൻ മാതൃകയിലുള്ള സംഘർഷം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ അരുണാചൽ പ്രദേശിന്റെ കാര്യം തന്നെ, അവിടെയും ചൈനയുടെ പല പല പ്രവർത്തികളും വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അരുണാചൽ സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയെ ചൈനീസ് വിമാനത്താവളത്തിൽ കുറെ സമയം തടഞ്ഞു വെച്ചു. അരുണാചൽ പ്രദേശ് ചൈനയുടേതാണെന്ന് പറയുന്നു. ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ് ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. ഈ പാക് അധീന കാശ്മീരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പാകിസ്ഥാനുമായിട്ടുണ്ട്, ബംഗ്ലാദേശുമായിട്ടുണ്ട്. അപ്പോ 2026 സംഘർഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്തിനുമുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.